ക്ലാസ്സിൽ എക്സസൈസ് 11.1-ലെ 9th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് 9th ക്വസ്റ്റ്യൻ, എ 5 meter 60 centimeter high vertical pole casts a shadow 3 meter 20 centimeter long. Find at the same time the length of the shadow cast by another pole 10 meter 50 centimeter high. Second question, the height of a pole which casts a shadow 5 meter long. ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5 meter 60 centimeter ഹൈറ്റ് ഉള്ള ഒരു വെർട്ടിക്കൽ പോൾ. 5 meter 60 centimeter ഹൈറ്റ് ഉള്ള ഒരു വെർട്ടിക്കൽ പോൾ ഉണ്ട്. അതിൻ്റെ ഷാഡോൻ്റെ ലെങ്ത് ആണ് 3 meter 20 centimeter. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂസ് എടുത്ത് എഴുതാം. 5 meter 60 centimeter അല്ലേ, 5 meter 60 centimeter ഹൈറ്റുള്ള ഒരു വെർട്ടിക്കൽ പോള്. അതിൻ്റെ ഷാഡോ വരുന്നത്, അതിൻ്റെ ലെങ്ത്ത് 3 meter 20 centimeter ആണ്. അറ്റ് ദ സെയിം ടൈമിൽ വേറൊരു പോള്, അനദർ പോള്, ആ പോളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 10 meter 50 centimeter. 10 meter 50 centimeter ഹൈറ്റുള്ള അനദർ പോള്. അതിൻ്റെ ഷാഡോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഷാഡോ നമുക്ക് എത്രയെന്ന് അറിയില്ല. ആ പോളിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് 10 meter 50 centimeter വന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഷാഡോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ കേസിൽ ലെങ്ത് ഓഫ് ദ ഷാഡോ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ലെങ്ത് ഓഫ് ദ ഷാഡോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പോളിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10 meter 50 centimeter. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് എ പോൾ വിച്ച് കാസ്റ്റ് എ ഷാഡോ 5 meter ലോങ്. ഷാഡോ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ നിഴൽ അല്ലേ. അപ്പോൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് എ പോളിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ഷാഡോയാണ്. ഷാഡോ വന്നിരിക്കുന്നത് 5 meter ലോങ്. അതിൻ്റെ പോളാണ്, വെർട്ടിക്കൽ പോളിൻ്റെ ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഷാഡോൻ്റെ ലെങ്ത് എത്രയായിരുന്നു? 5 meter. 5 meter ആണ് ഷാഡോൻ്റെ ലെങ്ത്ത്. ഇനി ഹൈറ്റ് ഓഫ് എ പോള് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഈ ഫസ്റ്റ് പോളിൽ കണ്ടുപിടിക്കേണ്ടത് ഷാഡോൻ്റെ ലെങ്ത് ആണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പോളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമുക്കിതൊരു ടേബിൾ വരച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആദ്യം ഒരു വെർട്ടിക്കൽ പോൾ തന്നിട്ടുണ്ട്. ആ വെർട്ടിക്കൽ പോളിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്നത് 5 meter 60 centimeter. അതിൻ്റെ ഷാഡോ, അതായത് ഒരു പോൾ വരുമ്പോൾ അതിൻ്റെ നിഴൽ അല്ലേ, അതിൻ്റെ നിഴലായിട്ട് ഷാഡോ ആയിട്ട് വരുന്നത് എത്രയാണ്? 3 meter 20 centimeter. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ്. ഇനി അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം, ആ ടൈമിൽ തന്നെ ഷാഡോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ടൈം, ഇപ്പോൾ ഒരു 12 മണി അല്ലെങ്കിൽ 2 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ ആയിരിക്കും അടുത്ത ഓരോന്നിൻ്റെയും ഷാഡോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒരു പോളിൻ്റെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്. പോള് 10 meter 50 centimeter ഹൈറ്റ്. ഇത് കണ്ടോ, 10 meter 50 centimeter ഹൈറ്റുള്ളൊരു പോളുണ്ട്. ആ പോളിൻ്റെ ഷാഡോ എത്രയാണെന്നുള്ളത്, ഈ ഷാഡോ വന്നിരിക്കുന്നത് എത്രയാണെന്ന് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അതുപോലെ സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ഹൈറ്റ് ഓഫ് എ പോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഹൈറ്റ് ഓഫ് ദ പോള് കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പോള് നമുക്ക് അറിയില്ല. നമുക്ക് തന്നിരിക്കുന്നത് ഷാഡോ എത്രയാണ്? 5 meter തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോളിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ടേബിൾ വരച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ടേബിൾ വരച്ചു. ഫസ്റ്റ് റോയിൽ ഹൈറ്റ് ഓഫ് ദ പോള്, സെക്കൻഡ് റോയിൽ ലെങ്ത് ഓഫ് ദ ഷാഡോ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പോളിൻ്റെ ലെങ്ത്ത് 5 meter 60 centimeter നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് അതിൻ്റെ ഷാഡോ വന്നിരിക്കുന്നത് 3 meter 20 centimeter. ലെങ്ത് ഓഫ് ദ ഷാഡോയിൽ അത് എഴുതുക. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് പോളിൻ്റെ ലെങ്ത്താണ് 10 meter 50 centimeter. നമ്മളവിടെ എഴുതി 10 meter 50 centimeter. അതിൻ്റെ ഷാഡോ അറിയില്ല അല്ലേ. അപ്പോൾ ആ ഷാഡോൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. ഇനി ദ ഹൈറ്റ് ഓഫ് ദ പോൾ വിച്ച് ഹാസ് എ ഷാഡോ 5 meter. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഷാഡോൻ്റെ ലെങ്ത്താണ് 5 meter. നമ്മളിവിടെ എഴുതി. നമുക്കിതിൻ്റെ പോളിൻ്റെ ലെങ്ത്ത് അറിയില്ല. നമുക്ക് ഇത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നോക്കിയേ, ഇവിടെ മീറ്ററിലും ഇത് സെൻറ്റിമീറ്ററുമാണ്. 5 meter 60 centimeter. ഇവിടെ മീറ്ററും സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിതെല്ലാം ഒരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ മീറ്റർ എന്നുള്ളതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യാം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ
വീണ്ടും നമ്മൾ ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്ററിലും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹൈറ്റ് ഓഫ് ദ പോൾ. ഹൈറ്റ് ഓഫ് ദ പോൾ എത്ര വന്നിരിക്കുന്നത്? 5 മീറ്റർ 60 സെൻറ്റിമീറ്റർ. ഇനി ഇതിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ 5 മീറ്റർ എത്രയായിരിക്കും? 5 മീറ്റർ എന്ന് പറയുമ്പോൾ 5 × 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. 5 മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റിമീറ്ററിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എഴുതാം 5 മീറ്ററിൻ്റെ സ്ഥാനത്ത് 5 × 100 സെൻറ്റിമീറ്റർ പ്ലസ് 60 സെൻറ്റിമീറ്റർ. അത് ഓൾറെഡി സെൻറ്റിമീറ്ററിലാണ് അല്ലേ, 60 സെൻറ്റിമീറ്റർ. ഇനി 5 × 100 എന്ന് പറയുമ്പോൾ 500 സെൻറ്റിമീറ്റർ പ്ലസ് 60 സെൻറ്റിമീറ്റർ. എത്ര കിട്ടും? 560 സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 5 മീറ്റർ 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഈ മീറ്റർ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. സോ 5 മീറ്റർ എന്ന് പറയുമ്പോൾ 5 × 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 100 സെൻറ്റിമീറ്റർ പ്ലസ് 60 സെൻറ്റിമീറ്റർ ഓൾറെഡി സെൻറ്റിമീറ്ററിലാണ്. സോ അത് തന്നെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5 × 100 എന്ന് പറയുമ്പോൾ 500 പ്ലസ് 60 560 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഫോൾ 5 മീറ്റർ 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? ഫുള്ളായിട്ട് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. 560 സെൻറ്റിമീറ്ററായി. നമുക്ക് അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ ഷാഡോയും കൺവേർട്ട് ചെയ്യാം സെൻറ്റിമീറ്ററിലേക്ക്. ലെങ്ത് ഓഫ് ദ ഷാഡോ 3 മീറ്റർ 20 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ 3 മീറ്റർ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കൺവേർട്ട് ഇൻറ്റു സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 3 × 100 പ്ലസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 300 പ്ലസ് 20 അതായത് 320 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് ദ ഷാഡോ 3 മീറ്റർ 20 സെൻറ്റിമീറ്റർ എന്നുള്ളത് നമ്മൾക്ക് എത്ര കിട്ടി? 320 സെൻറ്റിമീറ്റർ. ഇത് ഫുള്ളായിട്ട് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് ദ പോൾ. തന്നിരിക്കുന്ന പോളിൻ്റെ ലെങ്ത് എത്രയായിരുന്നു? ഹൈറ്റ് എത്രയായിരുന്നു? 10 മീറ്റർ 50 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇതിന് നമുക്ക് ഫുള്ളായിട്ട് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 ആണ്. അപ്പോൾ 10 × 100 വരും. 1000 അല്ല 100. 10 × 100 പ്ലസ് 50. അപ്പോൾ 10 × 100 എന്ന് പറയുമ്പോൾ 1000 പ്ലസ് 50. 1000 പ്ലസ് 50 1050 സെൻറ്റിമീറ്റർ. ഇത് പെട്ടെന്ന് ചെയ്യുമ്പോൾ 100 മീറ്റർ 50 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വേഗം 150 സെൻറ്റിമീറ്റർ എന്ന് മനക്കണക്കായിട്ട് നമ്മൾ ചെയ്ത് എഴുതി വെക്കരുത്. ഇവിടെ ഒരു 0 ഉണ്ട്, 10 ആണ്. സോ 1050 എന്ന് തന്നെ എഴുതണം. ഇവിടെ ഒരു 0 മിസ്സാവരുത് കേട്ടോ. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ 5 മീറ്ററിനെയാണ്. ദ ഹൈറ്റ് ഓഫ് ദ പോൾ വിച്ച് കാസ്റ്റ് ഷാഡോ വന്നിരിക്കുന്ന ഈ 5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലെങ്ത് ഓഫ് ദ ഷാഡോ 5 മീറ്റർ ആയിരുന്നു. സോ അതിനെ സെൻറ്റിമീറ്ററിലാക്കാൻ 5 × 100 സെൻറ്റിമീറ്റർ. ദെൻ ആൻസർ ഈസ് 500 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസിനെയും സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ കൺവേർട്ട് ചെയ്ത സെൻറ്റിമീറ്റർ ഉള്ള വാല്യൂ വെച്ചിട്ടുള്ള ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം കിട്ടിയ ആൻസർ നമുക്ക് വീണ്ടും മീറ്ററിലോട്ടും സെൻറ്റിമീറ്ററിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കണ്ടുപിടിച്ച സെൻറ്റിമീറ്റർ വാല്യൂ വെച്ച് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അതൊരു ടേബിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ പോൾ 560 സെൻറ്റിമീറ്റർ, ലെങ്ത് ഓഫ് ദ ഷാഡോ 320 സെൻറ്റിമീറ്റർ,
അടുത്ത് 1050 സെൻറ്റിമീറ്റർ ലെങ്ത് ഓഫ് ദ ഷാഡോ, തേർഡ് കേസിൻ്റെ 500 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരെണ്ണത്തിൻ്റെ പോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുണ്ട്, ഒരെണ്ണത്തിൻ്റെ ഷാഡോയും കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തേതിൽ പോളിൽ 560 സെൻറ്റിമീറ്റർ ആയിരുന്നു. 560 സെൻറ്റിമീറ്റർ ആയിരുന്നപ്പോൾ 320 ആണ് അതിൻ്റെ ഷാഡോ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 മണി അല്ലെങ്കിൽ ഒരു മണി, ആ സമയത്ത് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ ഷാഡോൻ്റെ അളവ് നമ്മൾ നോക്കണമെങ്കിൽ എല്ലാത്തിൻ്റെ ഷാഡോ ഒരേ ലെങ്ത് തന്നെ ആയിരിക്കും. അതായത് ആ ടൈമിൽ വ്യത്യാസമില്ല, സെയിം സമയത്ത് തന്നെയാണ് ഓരോ പോളിൻ്റെയും ലെങ്ത്ത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പോളിൻ്റെ പറഞ്ഞത് 560യുടെ 320 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് 1050 സെൻറ്റിമീറ്റർ ഉള്ളതിൻ്റെ ഷാഡോണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഷാഡോ വരുമ്പോഴത്തേക്കും ഹൈറ്റ് കൂടുന്നുണ്ട് അല്ലേ. ഈ ഹൈറ്റ് 560യിൽ നിന്നും പോളിൻ്റെ ഹൈറ്റ് 560യിൽ നിന്നും 1050യിലേക്ക് കൂടി. അങ്ങനെ വരുമ്പോൾ ഷാഡോൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ഈ 320യിൽ നിന്നും എന്തായാലും ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലേ. ഹൈറ്റ് 560യിൽ നിന്നും 1050 സെൻറ്റിമീറ്ററിലേക്ക് ഇൻക്രീസ് ചെയ്തെങ്കിൽ, ആ പോളിൻ്റെ ഹൈറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തെങ്കിൽ ഷാഡോൻ്റെ ലെങ്ത്തും ഉറപ്പായിട്ടും എന്ത് ചെയ്യുള്ളൂ? 320 സെൻറ്റിമീറ്ററിൽ നിന്നും കൂടുതലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ് അല്ലേ. ഈ കേസിൽ വന്നിരിക്കുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ചെയ്യേണ്ടത് ഏത് വഴിയാണ്? x1/y1 = x2/y2 അല്ലേ. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ x1/y1 = x2/y2 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നിനും x1ഉം y1ഉം കൊടുക്കാം. അപ്പോൾ ഇത് x1, ഇനി ലെങ്ത് ഓഫ് ദ ഷാഡോ എന്തായി വരും? y1. ഇത് x2, ഈ വാല്യൂ x2 ആയിട്ട് എടുക്കാം. ഇവിടുത്തെ വാല്യൂ y2 നമുക്കറിയില്ല അല്ലേ. അടുത്ത ഇത് x3, ഇത് y3. അപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നത് x1/y1 = x2/y2. അപ്പോൾ x1/y1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു 560 / 320 = x2 എന്ന് പറഞ്ഞാൽ എന്താ? 1050 / y2 എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കവിടെ y2 തന്നെ എഴുതാം. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 560 × y2, അപ്പോൾ 560 y2 എന്ന് വരും = ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 320 × 1050. ഇത്ര മനസ്സിലായില്ലേ? ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ y2 ആണ്. അപ്പോൾ അതുകൊണ്ട് ആ y2നെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് = 320 × 1050. ഈ 560 എങ്ങോട്ട് വരും? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ താഴെ ഡിവിഷനായിട്ട് മാറും, / 560 എന്ന് വരും അല്ലേ. y2 = 320 × 1050 / ഇത് 560 എന്നുള്ളത് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, കാരണം 560 × y2 അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവിഷനായി മാറും. ഇത് നമുക്ക് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 0യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മുകളിൽ 32, ഇവിടെ 56 ഉണ്ട്. രണ്ട് എന്തിൻ്റെ ടേബിളുള്ളതാണ്? 8 അല്ലേ. 8 4s are 32. അപ്പോൾ 32 8ൽ 4 ടൈംസ് വരും. ഇനി 8ൻ്റെ ടേബിളിൽ തന്നെ 56 എത്ര പ്രാവശ്യം പോകും? 7 8 are 56. അപ്പോൾ മുകളിൽ 4, ഇവിടെ താഴെ 7 ആയി മാറും. എത്ര കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തത്? 8 4s are 32. താഴെ വരുമ്പോൾ 8 × 7 എത്രയാണ്? 56. ഇനി എന്ത് ചെയ്യാം? 7ഉം ഇത് നമ്മൾ ക്യാൻസലായിപ്പോൾ 7 10ൽ 1 ടൈം 1 × 7 7, ബാലൻസ് എത്രയുണ്ട്? 3. ഇവിടെ 3 എഴുതി. 35ൽ 7 5 ടൈംസ് 7 × 5 35. ഇനി ഇവിടെ 0 ഉണ്ട്, അതെടുത്ത് എഴുതുക. അപ്പോൾ നമുക്കിതിനെ 1050നെ 7 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 150 കിട്ടി. നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിരുന്നെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. അതായത് 1050 / 7. 1 7s are 7 അല്ലേ. അപ്പോൾ 10ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ
3 കിട്ടി. ഇനി നെക്സ്റ്റ് ഡിജിറ്റായ 5 താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ 35. 35ൽ 7 എത്ര പ്രാവശ്യം? 5. 5 7 5 ഇൻറ്റു 7 35. 0. ഇനി ലാസ്റ്റ് ഉള്ളത് ഈ 0. ഇനി 0 താഴേക്ക് ഇറക്കി എഴുതുക. 0.7 കൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും? 7നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7 ഇൻറ്റു 0 0 അല്ലേ? അപ്പോൾ 0 കിട്ടും ലാസ്റ്റ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 150. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ആൻസർ 150. ഇപ്പോൾ 1050നെ 7 കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് 150 കിട്ടി. അപ്പോൾ അതായത് ഇവിടെ എന്താ കിട്ടിയത്? y2 എന്ന് പറയുമ്പോൾ y2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 150. 4 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 4 0 0 20ക്ക് 2 ബാലൻസ് 1 4 4 പ്ലസ് 2 600. ആൻസർ ഈസ് 600. നമ്മളിപ്പോൾ എല്ലാം ചെയ്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിൽ ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻസറിൽ 600 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ y2 എന്നുള്ള വാല്യൂ എന്ത് കിട്ടി? 600 സെൻറ്റിമീറ്റർ. 600 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 600 സെൻറ്റിമീറ്റർ ആണ്. നമുക്കതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ഇൻ ടു മീറ്റർ. ഇപ്പോൾ 1 മീറ്റർ എന്നുള്ളത് 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 600 സെൻറ്റിമീറ്റർ എത്ര മീറ്റർ ആയിരിക്കും? 600നെ ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്റർ മീറ്ററിലോട്ടാക്കി മാറ്റാം. അപ്പോൾ 600 ഡിവൈഡ് ബൈ 100. എന്തിനാണ് 600 ഡിവൈഡ് ബൈ 100 ഇട്ടത്? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇവിടെ കിട്ടിയ നമുക്ക് 600 സെൻറ്റിമീറ്റർ ആണ്. 600 സെൻറ്റിമീറ്ററിന് നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മീറ്ററും സെൻറ്റിമീറ്ററിലായിട്ടാണ്, അല്ല മീറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് നമ്മൾ എല്ലാത്തിനെയും നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ 600 ഡിവൈഡ് ബൈ 100. അപ്പോൾ 0 ക്യാൻസൽ 6. അപ്പോൾ 6 മീറ്റർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് കിട്ടി? 6 മീറ്റർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഷാഡോ 5 മീറ്റർ ലോങ് ആയിരുന്നപ്പോൾ അതിൻ്റെ പോളിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ലെങ്ത് ഓഫ് ദ ഷാഡോ 5 മീറ്റർ. 5 മീറ്ററിന് നമ്മൾ 500 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 5 മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 500 സെൻറ്റിമീറ്റർ. ഇനി അതിൻ്റെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ പോളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. കാരണം ഇത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഷാഡോയും ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ 560ൽ നിന്ന് 1050 ഹൈറ്റ് കൂടിയപ്പോൾ അതുപോലെ അതിൻ്റെ ലെങ്ത് ഓഫ് ദ ഷാഡോയും 320ൽ നിന്നും 600 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഹൈറ്റ് ഓഫ് ദ പോൾ കൂടിയപ്പോൾ ലെങ്ത് ഓഫ് ദ ഷാഡോയും അതിൻ്റെ അളവും ഇൻക്രീസ് ചെയ്തു. അതേപോലെ ഇനി ലെങ്ത് ഓഫ് ദ ഷാഡോ 500 ആണ്, അത് കുറഞ്ഞു. അപ്പോൾ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈറ്റ് ഓഫ് ദ പോളും എന്തായിരിക്കും? കുറയും. അപ്പോൾ ഷാഡോൻ്റെ ഹൈറ്റ് ലെങ്ത് കുറയുമ്പോൾ പോളിൻ്റെ ഹൈറ്റും കുറയും. അപ്പോൾ ഇതെന്താ? ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ചെയ്യേണ്ടത് x1 ബൈ y1 ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട x3 അല്ലേ? അപ്പോൾ x3 ഡിവൈഡ് ബൈ y3. അപ്പോൾ x1 എന്ന് പറയുമ്പോൾ 560 ഉണ്ട്, 560 ഡിവൈഡ് ബൈ y1 എന്ന് പറയുമ്പോൾ 320 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു x3യുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് x3 തന്നെ എഴുതാം. y3 എത്രയാ? 500. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 320 ഇൻറ്റു x3, 320 ഇൻറ്റു x3 ഈസ് ഈക്വൽ ടു 560 ഇൻറ്റു 500, 560 ഇൻറ്റു 500 അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x3 ആണ്. ഇനി x3 ഈക്വൽ ടു x3 ആണ് കണ്ടുപിടിക്കേണ്ടത്. x3 ഈക്വൽ ടു 560 ഇൻറ്റു 500. ഇനി ഈ 320നെ നമുക്ക് ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഈ സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈക്വൽ സൈഡിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? ഡിവിഷനായി മാറും. ഡിവൈഡഡ് ബൈ 320. ഇനി നമുക്കിതിനെ ക്യാൻസൽ ചെയ്യാം. 0 ക്യാൻസൽ ചെയ്യാം. 54ഉം അല്ല 56ഉം 32ഉം 8ൻ്റെ മൾട്ടിപ്പിളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 8 വെച്ച് തന്നെ കട്ട് ചെയ്യാം. 8 4s are 32. 56 എത്രയില്ല? 7 ഇൻറ്റു 8 ആണ്
56. അപ്പോൾ 7 × 500 ഡിവൈഡ് ബൈ 4. ഇനി ഈ 4ഉം 500 തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം, കാരണം രണ്ടും ഈവൻ നമ്പറാണ്. അപ്പോൾ 4 5ൽ 1 10, ബാലൻസ് ഒരു 1 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായി 10. 10ൽ 4 2 ടൈംസ്, 4 2s are 8. ബാലൻസ് 8 കഴിഞ്ഞാൽ പിന്നെ 9 10, അപ്പോൾ ബാലൻസ് ഒരു 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താകും 20. 20ൽ 4 5 ടൈംസ്, 5 4s are 20. അപ്പോൾ നമുക്ക് കിട്ടി 500ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 125. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 500നെ 4 കൊണ്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതുപോലെ ചെയ്ത് നോക്കാം. 4 5ൽ 1 10, 1 4s are 4, 5ന്ന് 4 കുറച്ചാൽ ബാലൻസ് 1. ഇനി 0 ഇറക്കി എഴുതി. 10ൽ 4 2 ടൈംസ്, 4 2s are 8. ഇനി 10ന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും 2. ഈ 0 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ 20. ഇനി 20ൽ 4 5 ടൈംസ്, 5 4s are 20 അല്ലേ. അപ്പോൾ ബാലൻസ് 0. അപ്പോൾ കിട്ടിയില്ലേ 125 എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കട്ട് ചെയ്യാൻ അതാണ് എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടി 125. അതായത് 7 × 125 ചെയ്യണം. അപ്പോൾ ഇവിടെ 7 പുറത്ത് 125. അപ്പോൾ 125 × 7 ചെയ്യാം. 35ക്ക് 5, ബാലൻസ് 3 ഉണ്ട്. 14 17ൽ 7, ബാലൻസ് 1, 1 × 7 1 പ്ലസ് 1 എത്രയാ 8, 875 കിട്ടും. 875. നമ്മളെല്ലാം സെൻറ്റിമീറ്ററിലാണ്, സോ ആൻസറും സെൻറ്റിമീറ്ററിലായി. അപ്പോൾ x3 എത്ര കിട്ടി? x3 ഈസ് ഈക്വൽ ടു 875 സെൻറ്റിമീറ്റർ. ഇനി നമുക്കറിയാം നമ്മൾ ചെയ്തേക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മീറ്ററിലാണ്, സോ ആൻസർ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കൺവേർട്ട് ചെയ്യണം. 875 സെൻറ്റിമീറ്റർ ആണുള്ളത്. അതിനെ കൺവേർട്ട് ഇൻറ്റു മീറ്റർ അല്ലേ. 875നെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, 875 ഡിവൈഡഡ് ബൈ 100. കാരണം നിങ്ങൾക്കറിയാം 1 മീറ്ററാണ് 100 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ സെൻറ്റിമീറ്ററിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ബൈ 100. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന വരെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 100 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം മാറ്റി ഡെസിമൽ ഇടണം. അപ്പോൾ 8.75 എന്ന് പറയും അല്ലേ. 2 സ്ഥാനം മാറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 1 2 പ്ലേസ് മാറ്റി നമ്മൾ ഡെസിമൽ ഇടുമ്പോൾ 8.75, അതായത് 8 മീറ്റർ 75 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൈറ്റ് ഓഫ് ദ പോൾ എത്രയായിരിക്കും? ഹൈറ്റ് ഓഫ് ദ പോൾ 8 മീറ്റർ 75 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത ആൻസർ നമ്മൾ ആദ്യം വരച്ചില്ലേ ഒരു ബോക്സ്, സെൻറ്റിമീറ്റർ മീറ്ററുള്ള ബോക്സ്, നമുക്ക് അതിലോട്ട് എടുത്ത് ആൻസർ എടുത്ത് എഴുതാം. ഓക്കെ. അപ്പോൾ അതിൽ 10 മീറ്റർ 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആയിരുന്നപ്പോൾ ലെങ്ത് ഓഫ് ദ ഷാഡോ എത്രയാണ് കിട്ടിയത്? 600 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മളതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 6 മീറ്റർ കിട്ടി അല്ലേ. അതുപോലെ ലെങ്ത് ഓഫ് ദ ഷാഡോ 5 മീറ്റർ ആയിരുന്നപ്പോൾ അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൈറ്റ് കിട്ടിയത് നമുക്ക് സെൻറ്റിമീറ്ററിൽ 875 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതിന് നമ്മൾ കൺവേർട്ട് ചെയ്ത് മീറ്ററിലോട്ടാക്കിയപ്പോൾ എത്ര കിട്ടി? 8 മീറ്റർ 75 സെൻറ്റിമീറ്റർ. 8 മീറ്റർ 75 സെൻറ്റിമീറ്റർ രണ്ടാമത്തേൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ യൂണിറ്റിലേക്ക് മാറ്റുക. കാരണം ഇവിടെ മീറ്ററും സെൻറ്റിമീറ്ററായി കിടക്കുന്നതുകൊണ്ട് ഒറ്റ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തത്. അതിനുശേഷം ആൻസർ കിട്ടിയതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മീറ്ററിലായതുകൊണ്ട് ആ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ ചെയ്യാം. 10th ക്വസ്റ്റ്യൻ, എ ലോഡഡ് ട്രക്ക് ട്രാവൽസ് 14 km in 25 minutes. If the speed remains the same, how far can it travel in 5 hours? അപ്പോൾ ഒരു ലോഡഡ് ട്രക്ക് ഉണ്ട്. ആ ട്രക്ക് 25 മിനിറ്റ്സിൽ
എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു? 14 കിലോമീറ്റർ. 25 മിനിറ്റ്സിൽ 14 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇഫ് ദ സ്പീഡ് റിമെയിൻസ് ദ സെയിം, അപ്പോൾ സ്പീഡ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് കൂടണമില്ല കുറയ്ക്കണമില്ല, ആ സെയിം സ്പീഡിൽ തന്നെ പോവുകയാണെങ്കിൽ ഹൗ ഫാർ ഇറ്റ് ട്രാവൽസ് ഇൻ 5 hours? 5 hours എത്ര കിലോമീറ്റർ ആ ലോഡഡ് ട്രക്ക് ട്രാവൽ ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇവിടെ പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കിയേ, ഇവിടെ മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്ന അവേഴ്സാണ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടില്ലേ, സെൻറ്റിമീറ്ററും മീറ്ററും ആയിരുന്നപ്പോൾ നമ്മൾ ഒരു സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ മിനിറ്റും ഇവിടെ അവേഴ്സുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവേഴ്സിനെ നമുക്ക് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ രണ്ടും മിനിറ്റ്സായി മാറും. അപ്പോൾ 1 hour എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാണ്? 1 hour ഈക്വൽ ടു 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 5 hours എന്ന് പറയുമ്പോൾ എത്രയാവും? 5 hours എന്ന് പറയുമ്പോൾ 5 × 60 അല്ലേ? 5 × 60 എന്ന് പറയുമ്പോൾ 300 മിനിറ്റ്സ്. അപ്പോൾ 5 hour എന്ന് പറയുമ്പോൾ 300 മിനിറ്റ് ആണ്. അപ്പോൾ രണ്ടും മിനിറ്റിലായി മാറി. ഈ ഫസ്റ്റ് വന്നതും മിനിറ്റ്, സെക്കൻഡ് 5 hours എന്നുള്ളത് നമ്മൾ 300 മിനിറ്റ്സ് ആക്കി എടുത്തു. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ടേബിൾ വരയ്ക്കാം. ടേബിൾ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്റ്റൻസ്, താഴത്തെ റോയിൽ ടൈം. അപ്പോൾ ഡിസ്റ്റൻസും ടൈമും നമുക്ക് എടുത്തെഴുതാം. നമുക്ക് തന്നിരിക്കുക എന്താ? 40 കിലോമീറ്റർ 25 മിനിറ്റ്സിൽ. അപ്പോൾ ഡിസ്റ്റൻസ് 14, ടൈം എത്രയായിരുന്നു? 25. ഇനി അടുത്ത് തന്നിരിക്കുന്നത് 5 hours. 5 hours നമ്മൾ മിനിറ്റിലേക്കാക്കി മാറ്റി 300. അപ്പോൾ ടൈം എത്രയായിരുന്നു? 300 മിനിറ്റ്. ഇനി കിലോമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 300 മിനിറ്റ് കൊണ്ട് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യുമെന്നാണ്. അപ്പോൾ ടൈം കൂടുമ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുള്ളൂ അല്ലേ? 25 മിനിറ്റ്സ് എന്നുള്ള ടൈമിൽ നിന്നും 300 മിനിറ്റ് എന്നുള്ള ടൈമിലേക്ക് മാറുമ്പോൾ, കൂടുമ്പോൾ അല്ലേ, 25 നിന്ന് 300 എന്നുള്ള ടൈമിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തായാലും ആ ട്രക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ലേ, കിലോമീറ്റർ എന്നുള്ള ആ ഡിസ്റ്റൻസ് 14 നിന്ന് എന്തായാലും ഇൻക്രീസ് ചെയ്യും. 14 കൂടുതലായിരിക്കും അല്ലേ? 14 കിലോമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും അയാൾ ട്രാവൽ ചെയ്തേക്കുന്നത്. സോ ഇതെന്ത് പ്രൊപ്പോർഷനാണ്? ദിസ് ഈസ് ഇൻ എ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? x1 by y1 ഈസ് ഈക്വൽ ടു x2 by y2 നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് x1 ആയിട്ടും ഇത് x1 y1 x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ x1 എന്ന് പറയുമ്പോൾ 14 ഡിവൈഡ് ബൈ y1 എത്രയായിരുന്നു? 25. 25 ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുന്നത് നമുക്കറിയില്ല, x2 അല്ലേ, ഈ വാല്യൂ അറിയില്ല. അപ്പോൾ x2 തന്നെ എഴുതി. ഇനി y2 എന്ന് പറയുന്നത് 300. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 25 ഇൻറ്റു x2 ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 300. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? x2. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 300. ഈ 25 എന്നുള്ളതിനെ, കാരണം x2 ആണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ x2 അവിടെ നിർത്തിയിട്ട് 25 നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായി മാറും. ഡിവൈഡഡ് ബൈ 25. ഇനി ഇവിടെ 300 താഴെ 25, ഇത് രണ്ടും 5 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 25 5 5 25. ഇനി 35 6 ടൈംസ്, ഇനി ഇവിടെ ഒരു 0 അല്ലേ, അപ്പോൾ 0 അതുപോലെ തന്നെ എഴുതും. അപ്പോൾ 60/5. ഇനി 60 എന്നുള്ളത് 5 കൊണ്ട് വീണ്ടും ക്യാൻസൽ ചെയ്യാമല്ലോ. 5ഉം 6ഉം 1 ടൈം, ബാലൻസ് 1. അപ്പോൾ 10ൽ 5 2 ടൈംസ്, അപ്പോൾ 12. അപ്പോൾ 14 ഇൻറ്റു 12 കിട്ടി. അപ്പോൾ 14 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 168. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു 168 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് നമുക്ക് എഴുതാം 168. കണ്ടോ? അപ്പോൾ ടൈം 25 നിന്നും 300ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിസ്റ്റൻസ് 40 നിന്നും 168ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.